മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന്റെ ആവശ്യമില്ലെന്ന് കമ്പം എം.എൽ.എ. ജഗന്നാഥ് മിശ്ര. അണക്കെട്ടിലെ അധിക ജലം തമിഴ്നാട്ടിൽ തന്നെ സംഭരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും വൈഗ അണക്കെട്ടിലെ ചെളി നീക്കുന്നതിലൂടെ സംഭരണശേഷി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുമെന്നും ജഗന്നാഥ് മിശ്ര പറഞ്ഞു. പുതിയ കുളങ്ങളും ചെറുതടാകങ്ങളും നിർമ്മിച്ച് വെള്ളം ശേഖരിക്കുന്നതോടുകൂടി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 132 അടിക്ക് മുകളിലേക്ക് ഉയരില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിമ പ്രതികരണത്തിലേക്ക്. കൂടുതൽ നീർ എക്സസ് വാട്ടർ 130 അടിയിൽ കിട്ടണം, 132 അടിയിൽ കിട്ടണം. കിട്ടുന്ന വാട്ടറെ സ്റ്റോറേജ് செஞ்சு வைക്കാം. ഒരുപാട് കാര്യങ്ങൾ இங்க தொடங்கியாச்சு. வைகை அணையை தூர்வாரிக்கிட்டு இருக்கோம். அதனுடைய கெப்பாசிட்டி 2 3 மடங்கு இன்க்ரீஸ் செய்ய போறோம். அதே மாதிரி தான் மற்ற நீர்நிலை தமிழ்நாட்டில் இருக்கக்கூடிய நீர்நிலை ஆதாரங்கள்லாம் விரிவுபடுத்த இருக்கோம். அதனால 152 அடி வரைக்கும் நாங்க கேட்டுறதுக்கு விட மாட்டோம். அதுக்குள்ளே இருக்கக்கூடிய வாட்டர் பூரா ஸ்டோரேஜ் பூரா இங்க வாங்கிறோம். ஒன்னும் பேடிக்க வேண்டிய காரியம் இல்லை. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഈ കമ്പം എം.എൽ.എ. പറയുന്നത് ഇത്തരത്തിൽ പുതിയ അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതിന് പ്രായോഗികമായ പല വിഷയങ്ങളുണ്ട്. കേരളത്തിന്റെ കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിലുണ്ട്. എങ്ങനെയാണ് എം.എൽ.എയുടെ പ്രതികരണം എത്രത്തോളം പ്രസക്തമാകുന്നു സുബിൻ? എന്തായാലും ഇത്തവണ ടി.വി.കെ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയത് മുതൽ അവർ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഈ കമ്പം തേനി ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രധാന പ്രചരണ വിഷയം ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തുമെന്നുള്ളതായിരുന്നു. അത്തരത്തിൽ ഈ 152ലേക്ക് ഉയർത്തുമെന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ എം.എൽ.എയുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ അധിക ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിവിടണമെന്നൊരു ആവശ്യം ആദ്യഘട്ടത്തിൽ എം.എൽ.എ. മുമ്പോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങൾ തമിഴ്നാട്ടിൽ ആരംഭിച്ചു എന്ന് ഈ കമ്പം എം.എൽ.എ. ജഗന്നാഥ് മിശ്ര വ്യക്തമാക്കുന്നത്. അതായത് ഓരോ മഴക്കാലത്തും, അതായത് ജൂൺ മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൽ റൂൾ കർവ് ഉണ്ട്. ഈ റൂൾ കർവ് കവിഞ്ഞു വരുന്ന വെള്ളം സാധാരണയായി പെരിയാർ നദിയിലൂടെ ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ അത്തരത്തിൽ വെള്ളം ഒഴുക്കാൻ ഇനി അനുവദിക്കില്ല എന്നുള്ളൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ അധികമായി എത്തുന്ന വെള്ളം കൂടുതലായി തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി വിടണം എന്നുള്ളൊരു ആവശ്യമാണ് ജഗന്നാഥ് മിശ്ര മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ വെള്ളം ഒഴുക്കി വിടുമ്പോൾ അത് സംഭരിക്കാനുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ട സംവിധാനങ്ങൾ തമിഴ്നാടിന്റെ പല മേഖലകളിലായി, കമ്പം തേനി ഉൾപ്പെടെയുള്ള മേഖലകളിലായി ഒരുക്കുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് എം.എൽ.എയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഈ കനാൽ വഴിയും അതോടൊപ്പം തന്നെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയും എത്തിക്കുന്ന വെള്ളം വൈഗ അണക്കെട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ചെറുകിട ജലസംഭരണികളിലേക്കുമാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അവിടെയെല്ലാം സംഭരണശേഷി വർദ്ധിപ്പിക്കും. വൈഗ അണക്കെട്ടിന്റെ സംഭരണശേഷി നിലവിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെളി ഉൾപ്പെടെ നീക്കി കൂടുതൽ സംഭരണശേഷിയിലേക്ക് എത്തിക്കാനാകും. അതോടൊപ്പം തന്നെ ഈ കമ്പം മേഖലയിൽ മാത്രം 90ഓളം കുളങ്ങളുണ്ട്. ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറം തേനി, കമ്പം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ കുളങ്ങൾ നിർമ്മിക്കുകയും വെള്ളം സംഭരിക്കാൻ ചെറു തടാകങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് അധികം വൈകാതെ തന്നെ തമിഴ്നാട് സർക്കാർ കടക്കും. അങ്ങനെയെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഒരു 132 അടിയിൽ തന്നെ നിർത്താനാകുമെന്നുള്ളൊരു വിശദീകരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എം.എൽ.എ. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ മുല്ലപ്പെരിയാർ ഡാമിൽ അധികമായി വരുന്ന ജലം ഇനി കേരളത്തിലേക്ക് ഒഴുക്കി വിടേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് എന്തായാലും തമിഴ്നാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ അത് കൂടുതൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കമ്പം എം.എൽ.എയുടെ വാക്കുകൾ അത് കേരളത്തിന്റെ ആവശ്യത്തോട് ചേർത്ത് വെച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു വിവരത്തെക്കുറിച്ചാണ് വിശദമായി തന്നെ സുബിൻ പങ്കുവച്ചത്. എന്തായാലും ഇത്തരത്തിൽ അവർ നേരത്തെ പറഞ്ഞത് 152 അടിയായി അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തും എന്നൊക്കെയാണ്. പക്ഷേ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തോട് തർക്കിക്കുന്ന ഒരു സമീപനമാണ് തമിഴ്നാട് കമ്പം എം.എൽ.എയുടെ വാക്കുകൾ അല്ലേ? ഒരു പുതിയൊരു അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതും കൂടി വയ്ക്കുകയാണ്.